കോഴിക്കോട് മുൻ DCC പ്രസിഡന്റും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ KC അബുവും സുഹൃത്തും തമ്മിൽ വെച്ച ബെറ്റിനെ കുറിച്ചാണ്. MK രാഘവന്റെ ഫലം എന്താകും എന്നായിരുന്നു ബെറ്റ്. രാഘവൻ ജയിച്ചാൽ KC അബുവിന് മണാലിയിലേക്കൊരു യാത്ര, മറിച്ചാണെങ്കിൽ അബുവിന്റെ ചിലവിൽ സുഹൃത്തിന് മണാലി ട്രിപ്പ്. ഇതായിരുന്നു നിബന്ധന. MK രാഘവന് ജനങ്ങൾ വൻ ഭൂരിപക്ഷം നൽകിയതോടെ ബെറ്റിൽ KC അബു ജയിച്ചു. തൊട്ടടുത്ത ദിനം മണാലിയിലേക്കൊരു യാത്ര. അതാണ് KC അബുവിന്റെ പ്ലാൻ. അപ്പം എൻ്റെ പഴയ സുഹൃത്ത്, പണ്ട് എന്നോടൊപ്പം യൂത്ത് കോൺഗ്രസിലൊക്കെ വർക്ക് ചെയ്തിരുന്ന ഒരു CP അബ്ദുറഹിമാൻ, CP മെഡിക്കൽ, അദ്ദേഹം പണ്ട് കാലത്ത് കോൺഗ്രസ് ആയിരുന്നെങ്കിലും ഇപ്പോൾ NCPയുടെ ഒരാളാണ്. അദ്ദേഹം LDF കാൻഡിഡേറ്റ് കരീം ജയിക്കുമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വാശിയോടുകൂടി പറഞ്ഞപ്പോൾ എന്നാലും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല, നമുക്കൊരു ബെറ്റ് വെക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ബെറ്റ് വെക്കാൻ അദ്ദേഹം റെഡിയായപ്പം പിന്നെ ബെറ്റിനെ കുറിച്ചാണല്ലോ സംസാരിക്കുന്നത്. ഞാൻ പറഞ്ഞാൽ കരീം ജയിച്ചാൽ ഞാൻ എൻ്റെ തലമുണ്ടനം ചെയ്യാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അബുവായിട്ട് തലമുണ്ടനം ചെയ്യുന്ന ബെറ്റിന് ഞാനില്ല, കാരണം അബുവിൻ്റെ തലയിൽ മുടിയില്ല, അവിടെ അത്രയൊരു ബെറ്റിന് അബുവിനോട് ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹത്തിൻ്റെ സജഷനാണ് ഒരു മണാലി ട്രിപ്പ്. അപ്പോൾ MKR ജയിച്ചാൽ അബ്ദുറഹിമാൻ്റെ ചെലവിൽ KC അബു മണാലി പോകും. 1 ലക്ഷം വോട്ട് വെച്ചാൽ അതെ. അപ്പോൾ പോയി പറ്റി വെച്ചു. മറ്റേ കരീം ജയിച്ചാൽ എൻ്റെ ചെലവിൽ, ഞാൻ പൊതുവേ പണം ചെലവഴിക്കാൻ വളരെ പിശുക്കുള്ള ആളാണ്, ഇപ്പോൾ അറിയാം. എന്നാലും എൻ്റെ ചെലവിൽ ഞാൻ അയാളെ മണാലി കൊണ്ടുപോകണം. അപ്പോൾ ഏതായാലും ഇലക്ഷന് LDFക്കെതിരെയുള്ള ഒരു വലിയ വികാരമായിരുന്നല്ലോ ഈ ഇലക്ഷൻ. അപ്പോൾ അനായാസം ഒരു ബുദ്ധിമുട്ടും കൂടാതെ നാലാം തവണയും MK രാഘവൻ ജയിച്ചു. ഇന്ന് ഞാൻ ബെറ്റ് വെച്ച ആളെ സ്വിമ്മിംഗ് പൂളിൽ രാവിലെ പോയപ്പോൾ കണ്ടിരുന്നു. അപ്പോൾ അവിടെ അതിന് മധ്യസ്ഥയായിരുന്നിരുന്നത് ഞങ്ങളുടെ പൂൾ മാനേജർ ഒരു ആലിക്കോയ സാഹിബാണ്. അപ്പോൾ ബെറ്റിൽ നിന്നും ബാക്കിൽ നിന്നും അദ്ദേഹം നേരെ പുറകോട്ട് പോകുന്നില്ല. അയാൾ അബുവിന് കൺവീനിയൻ്റ് ആയ ഒരു ദിവസം എപ്പോഴെന്ന് പറഞ്ഞാൽ മതി, എന്നെ അദ്ദേഹം കൊണ്ടുപോകാമെന്ന് ഇന്നും പറഞ്ഞിരിക്കുക. അപ്പോൾ ഈ ആഘോഷവും ഈ ആരവവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഏതായാലും ഞങ്ങൾ ഒരു മണാലി ട്രിപ്പ് പോകുന്നതാണ്. ഏതായാലും MK രാഘവൻ ഡൽഹിക്ക് പോകുമ്പോൾ വയസ്സുകാലത്ത് KC അബു മണാലിക്ക് പോകുന്നു എന്നൊരു സന്തോഷം.